നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന് നല്ല ബെസ്റ്റ് സമയമാണ് ഇപ്പോൾ. അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങൾ നടന്നത്. കേരളമൊട്ടുക്കും വലിയ ആഘോഷങ്ങൾ നടന്നു എന്നാണ് പാർട്ടി പറയുന്നത്. തീർച്ചയായും ആഘോഷ പരിപാടികൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായി നടന്നിട്ടുണ്ട്. CPM-കാർ ഒരുമിച്ച് വന്ന് 4ാം വർഷം രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വർഷം, പിണറായി സർക്കാരിൻ്റെ 9ാം വർഷം എന്നൊക്കെ പേരിട്ടുകൊണ്ട് വലിയ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. വേടനടക്കമുള്ള കലാകാരന്മാരെയൊക്കെ വിളിച്ചു വരുത്തി ആളുകളെ ഇങ്ങോട്ടത്തേക്ക് ആകർഷിക്കാനായി പല ഗിമ്മിക്കുകളും CPM കാണിച്ചിട്ടുണ്ട്. പല രീതിയിലുള്ള ഗാനമേളകൾ, നാടകങ്ങൾ, അതുപോലെ തന്നെ ജനകീയമായ മറ്റു പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടാണ് സർക്കാരിൻ്റെ 4ാം വാർഷികം നമ്മൾ കണ്ടത്. വലിയ ധൂർത്തടിയായിരുന്നു. കോടിക്കണക്കിന് രൂപ പൊടിച്ചുകൊണ്ടാണ് ഈ പിണറായി വിജയൻ സർക്കാർ 4ാം വാർഷികം, രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വർഷം ആഘോഷിച്ചത്. മുഖ്യമന്ത്രി ജില്ലകൾ തോറും ഓടി നടന്ന് കേക്ക് മുറിക്കലായിരുന്നു. അതിന് അടുത്ത ദിവസങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെ 80ാം പിറന്നാൾ വരുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ സർക്കാരിൻ്റെ 4ാം വാർഷികം ആഘോഷിക്കുന്നു. തൊട്ടടുത്ത ദിവസം തന്നെ പിണറായി വിജയൻ്റെ 80ാം പിറന്നാൾ വരുന്നുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ പിറന്നാളൊന്നും താൻ ആഘോഷിക്കാറില്ല എന്ന് പിണറായി വിജയൻ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 1-2 വർഷമായി വലിയ ആഘോഷമാണ് പിണറായി വിജയൻ്റെ പിറന്നാളുകൾക്ക് ഇടയിൽ നടക്കുന്നത്. ഈ പിറന്നാളിലും കേക്ക് മുറിക്കുകയും നിരവധി പേർ ആ പിറന്നാൾ സദ്യയിൽ പങ്കെടുക്കുകയും കൊച്ചുമകൻ കേക്ക് മുറിച്ച് പിണറായി വിജയന് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. ആഘോഷങ്ങൾ തീർന്നില്ല. സർക്കാരിൻ്റെ 4ാം വാർഷികം വിവിധ ബഹുജന സംഘടനകൾ ഇങ്ങനെ ഏറ്റെടുത്ത് ആഘോഷിച്ച് തലകുത്തി മറിയുകയാണ്. കേരളത്തിലെ സെക്രട്ടേറിയറ്റ്, തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ സംഘടനയായ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനാണ് ഇത്തവണ 4ാം വാർഷികം ആഘോഷിച്ചത്. ഇന്ന് രാവിലെ വലിയ പരിപാടിയോടുകൂടിയായിരുന്നു അവരുടെ 4ാം വാർഷികാഘോഷം. ഭരണാനുകൂല സംഘടനയാണ്, സഖാക്കളുടെ കൂട്ടായ്മയാണ്, അവരാണ് ഈ ആഘോഷം സംഘടിപ്പിക്കുന്നത്. ബഹുമാന്യനായ ക്യാപ്റ്റൻ തന്നെ ഈ ആഘോഷത്തിൽ ഉദ്ഘാടനം ചെയ്യാനായി വന്നു ചേർന്നു. ഈ ആഘോഷത്തിൻ്റെ നോട്ടീസ്, ഈ ആഘോഷത്തിൻ്റെ ഫ്ലെക്സ്, ആഘോഷത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം വലിയ രീതിയിലുള്ള പ്രചരണം. പിണറായി വിജയനെ നവോത്ഥാന നായകനാക്കി പുകഴ്ത്തി അങ്ങ് മുകളിൽ അറ്റം വരെ എത്തിക്കുന്ന രീതിയിലുള്ള പ്രചരണ പരിപാടികളായിരുന്നു ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നടത്തിയത്. മാത്രമല്ല, ഈ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഈ വർഗ ബഹുജന സംഘടന 15 ലക്ഷം രൂപ ചെലവഴിച്ച് പിണറായി വിജയനെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി പോലും നിർമ്മിച്ചിരിക്കുന്നു. ആ ഡോക്യുമെൻ്ററിയുടെ പ്രകാശനമാണ് ഇന്ന്. ഉലകനായകനായ കമലഹാസനാണ് ഈ ഡോക്യുമെൻ്ററി ഉദ്ഘാടനം ചെയ്യാനും ഈ സംഘടനയുടെ വാർഷികാഘോഷ പരിപാടികളിൽ ഉദ്ഘാടനം ചെയ്യാനും ഒക്കെയായി ഇവിടെ എത്തിയത്. കമലഹാസൻ്റെ സാന്നിധ്യത്തിൽ റഹീം അടക്കമുള്ള ശിവൻകുട്ടി അടക്കമുള്ള പ്രമുഖരായ CPM നേതാക്കൾ എല്ലാം പങ്കെടുത്തുകൊണ്ടാണ് വളരെ ആഘോഷപൂർവ്വം ഈ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ആഘോഷം നടന്നത്. ആഘോഷത്തിനൊടുവിൽ വിധു പ്രതാപിൻ്റെ ഗാനമേളയോ മറ്റോ ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കുന്നത്. അത് കേൾക്കാനായി കുറേ ആളുകൾ വീണ്ടും എത്തിയിട്ടുണ്ടാകും. പക്ഷേ ഈ ഡോക്യുമെൻ്ററി ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ചാ വിഷയമാവുകയാണ്. കേരളം അതീവ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്ന സമയത്താണ് പിണറായി വിജയൻ എന്ന നവോത്ഥാന നായകൻ ഈ ഭൂമിയിൽ അവതരിച്ചതെന്നതും പിന്നീട് സ്വയം പിണറായി വിജയൻ ബാല്യകാലത്ത് കാട്ടിക്കൂട്ടിയ ധീര സാഹസ കഥകൾ, അതോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെ യൗവനകാലത്തെ ചോരത്തിളപ്പ്, പിണറായി വിജയൻ്റെ രാഷ്ട്രീയ കുശലത, മുഖ്യമന്ത്രി പദത്തിലേക്ക് സ്വന്തം കഴിവുകൊണ്ട് ഓടിയെത്തിയ പിണറായി വിജയൻ്റെ ഒരു അതിമാനുഷികത, ഇതെല്ലാം തന്നെ വർണ്ണിക്കുന്ന ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു. എന്തായാലും സഖാക്കൾ മുൻകൈയെടുത്ത്, സഖാക്കൾ പണം മുടക്കി എടുത്ത ഡോക്യുമെൻ്ററിയിൽ പിണറായി വിജയൻ്റെ അമ്മയുടെ പേര് തെറ്റിച്ചിരുന്നു എന്നത് സഖാക്കൾക്കെല്ലാം നാണക്കേടുണ്ടാക്കിയ കാര്യമായിരുന്നു. പിണറായി വിജയൻ തന്നെ അത് എടുത്തു പറയുകയും ചെയ്തു. ഇനി ഈ പിണറായി ഡോക്യുമെൻ്ററിയുടെ പേരിൽ എന്തൊക്കെ പൊല്ലാപ്പാണാവോ ഉണ്ടാകാൻ പോകുന്നത് എന്ന് പോലും പിണറായി വിജയൻ പറഞ്ഞു വെച്ചു. കാരണം പണ്ടൊരിക്കലൊരു തിരുവാതിര, അതുപോലെ തന്നെ ഈ ഡോക്യുമെൻ്ററിയിലെ ഒരു ഗാനം ഉൾപ്പെടെ 30 മിനിറ്റാണ് ഈ ഡോക്യുമെൻ്ററിയിലുള്ളത്. ഇങ്ങനെ പുകഴ്ത്തലോട് പുകഴ്ത്തലാണ്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം? ഒരു കാര്യം കൂടി വേണം ആയിരുന്നു, അതും കിട്ടിയിരിക്കുന്നു. അതായത് മാസപ്പടി കേസിൽ മകൾക്കെതിരെ SFIO കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ആ കുറ്റപത്രത്തിന്മേൽ യാതൊരു നടപടിയും എടുക്കരുത് എന്ന് ഹൈക്കോടതിയുടെ വെക്കേഷൻ ബെഞ്ച് നേരത്തെ വിധിച്ചിരുന്നതാണ്. വെക്കേഷൻ ബെഞ്ചാണല്ലോ, സാങ്കേതികമായ ഒരു വിധിയാണ് വന്നത്. വെക്കേഷൻ ഒന്ന് മാറിക്കോട്ടെ, കേസ് വീണ്ടും പുനരാരംഭിക്കും എന്നാണ് എല്ലാവരും ധരിച്ചത്. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. എങ്ങനെയോ പിണറായി വിജയൻ
വീണ്ടും ഒരു 4 മാസത്തേക്ക് കൂടി ആ കേസിൽ എക്സ്റ്റൻഷൻ നേടിയെടുത്തിരിക്കുന്നു. അതായത് ഇനി അടുത്തൊരു 4 മാസം കൂടി ഈ SFIO കുറ്റപത്രത്തിന്മേൽ യാതൊരു നടപടിയും ഉണ്ടാകാൻ പാടില്ല എന്ന് കേരള ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു. അതും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നല്ല കാലമാണ്. ദില്ലി ഹൈക്കോടതിയിൽ CMRLൻ്റെ ഒരു ഹർജിയുണ്ട്. ആ ഹർജിയിലും പിണറായി വിജയന് അനുകൂലമായ ചില നിരീക്ഷണങ്ങളാണ് ഇന്ന് ദില്ലി ഹൈക്കോടതിയും നടത്തിയത് എന്ന് കേൾക്കുന്നു. എല്ലാം കൊണ്ടും പിണറായി വിജയന് ആനന്ദലബ്ധിക്ക് ഇനി എന്തു വേണം? സദാ ചിരിച്ച മുഖവുമായിട്ടാണ് പിണറായി വിജയന് ഇപ്പോൾ നമ്മൾ കാണാൻ സാധിക്കുക. പഴയ ദേഷ്യവും മയക്ക് പിടിച്ച് ഒടിക്കലും മറ്റ് ആക്ഷനുകളും ഒന്നും തന്നെ ഇപ്പോൾ കാണാനില്ല. പ്രസന്നവദനാണ്. ഇനി ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ. ഈ ഒരു വർഷത്തിന് ശേഷം തിരഞ്ഞെടുപ്പ് നടക്കും. 3ാം വട്ടവും പിണറായി വിജയൻ തന്നെ എന്നാരോ അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സന്തോഷത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമുള്ള മുഖ്യമന്ത്രിയായി ഒരുപക്ഷെ കേരള മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാനും സാധ്യതയുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.